ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG ക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ LPG ടാങ്കർ ഗ്രീൻ ആശ ഹോർമൂസ് കടലിടുക്ക് കടന്ന് യാത്ര തുടരുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള സമയപരിധി ലംഘിച്ചാൽ ആക്രമണം ശക്തമാക്കുമെന്ന് ഇറാന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. സമ്മർദ്ദത്തിന് വഴങ്ങി ചർച്ച നടത്തില്ലെന്ന് ഇറാൻ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വോട്ടെടുപ്പ് വ്യാഴാഴ്ച. പ്രമുഖ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രചാരണ രംഗത്ത്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ സുപ്രധാന നാഴികക്കല്ലായിരുന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ 96ാം വാർഷികം ഇന്ന്. പ്രളയത്തിലും ഭൂകമ്പത്തിലും ദുരിതമനുഭവിക്കുന്ന അഫ്ഗാന് മാനുഷിക സഹായവും ദുരന്ത നിവാരണ സാമഗ്രികളും കൈമാറി ഇന്ത്യ. ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് കിർഗിസ്ഥാനിൽ നിന്നും തുടക്കമാകും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG ക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. 5 കിലോഗ്രാം ഗാർഹിക പാചകവാത സിലിണ്ടറുകളുടെ വിതരണം ഊർജിതമാക്കിയതായും കേന്ദ്ര സർക്കാർ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. LPG ബുക്കിംഗിനായി ഡിജിറ്റൽ രീതികൾ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. സാധുവായ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് LPG വിതരണ ഏജൻസികളിൽ നിന്ന് ചെറിയ സിലിണ്ടറുകൾ വാങ്ങാവുന്നതാണ്. തടസ്സമില്ലാത്ത ഇന്ധന വിതരണം ഉറപ്പാക്കുന്നതിനൊപ്പം രാജ്യത്തുടനീളം പെട്രോൾ, ഡീസൽ, LPG ലഭ്യത ഉറപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. PNG കണക്ഷനുകളുടെ വ്യാപനവും കേന്ദ്ര സർക്കാർ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെ ഗ്യാസ് സിലിണ്ടർ വിതരണവുമായി ബന്ധപ്പെട്ട് ഡൽഹി സർക്കാർ LPG സിലിണ്ടറുകൾ ഗോഡൌണുകളിൽ നിന്ന് നേരിട്ട് വിൽക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചു. പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയുന്നതിനായി ഡൽഹി സർക്കാർ പ്രത്യേക കൺട്രോൾ റൂമും ഹെൽപ്പ് ലൈൻ നമ്പറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി, ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി എന്നിവരുമായി ചർച്ച നടത്തി. UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനുമായി ശ്രീ ജയശങ്കർ ടെലിഫോൺ സംഭാഷണം നടത്തി. ആഗോള ഊർജ്ജ വിതരണത്തിൽ സംഘർഷം ചെലുത്തുന്ന ആഘാതം ചർച്ചയായി. ഇന്ത്യയുടെ LPG ടാങ്കർ ഗ്രീൻ ആശ ഹോർമൂസ് കടലിടുക്ക് കടന്ന് രാജ്യത്തേക്ക് യാത്ര തുടരുന്നു. സംഘർഷം രൂക്ഷമായതിനു ശേഷം ഈ തന്ത്രപ്രധാന ജലപാതയിലൂടെ കടന്നുപോകുന്ന 9ാമത്തെ ഇന്ത്യൻ കപ്പലാണിത്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടയിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ച് എയർ ഇന്ത്യ. ന്യൂഡൽഹി, ടെൽ അവീവ് റൂട്ടിലെ വിമാന സർവീസുകൾ മെയ് 31 വരെ നിർത്തിവച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു. ഇസ്രായേലിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും യാത്ര ചെയ്യേണ്ടവർക്ക് ലാൻഡ് ക്രോസിംഗുകൾ വഴി ജോർദാൻ അല്ലെങ്കിൽ ഈജിപ്ത് വഴി സഞ്ചരിക്കാമെന്ന് ഇന്ത്യൻ എംബസി അധികൃതർ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് എല്ലാ കപ്പലുകൾക്കുമായി തുറക്കാൻ നൽകിയ സമയപരിധി ലംഘിച്ചാൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നാളെ വരെയാണ് ഇറാന് കടലിടുക്ക് തുറക്കാൻ സമയം നൽകിയിരിക്കുന്നത്. എന്നാൽ ടെഹ്റാനുമായി കരാറിലെത്താനും സാധ്യതയുണ്ടെന്ന് ട്രംപ് മാധ്യമങ്ങളെ അറിയിച്ചു. അതേസമയം അമേരിക്കയുടെ അന്ത്യശാസനം നിരസിച്ച ഇറാൻ സമ്മർദ്ദത്തിന് വഴങ്ങി ചർച്ച നടത്തില്ലെന്നും വ്യക്തമാക്കി. ഹോർമൂസ് തുറന്നില്ലെങ്കിൽ പശ്ചിമേഷ്യയിലുടനീളം കൂടുതൽ അസ്ഥിരതയും സൈനിക നീക്കങ്ങളും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം സംബന്ധിച്ച് ചർച്ചകൾ നടത്തി ഒമാനും ഇറാനും. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ സുരക്ഷിതമായ യാത്ര പുനഃസ്ഥാപിക്കുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സാങ്കേതിക വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തി. ഫെബ്രുവരി അവസാനം ആരംഭിച്ച US ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയായിരുന്നു. പ്രളയത്തിലും ഭൂകമ്പത്തിലും ദുരിതമനുഭവിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായവും ദുരന്ത നിവാരണ സാമഗ്രികളും അയച്ചു ഇന്ത്യ. അടുക്കള ഉപകരണങ്ങൾ, ശുചിത്വ കിറ്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. വെല്ലുവിളി നിറഞ്ഞ ഈ സാഹചര്യത്തിൽ അഫ്ഗാൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി മന്ത്രാലയം വ്യക്തമാക്കി. അരുണാചൽ പ്രദേശിൽ സംസ്ഥാന സർക്കാർ പൊതുകരാർ അനുവദിച്ചതിൽ ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ സുപ്രീംകോടതി CBIക്ക് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി പെമ ഗഡുവുമായും അദ്ദേഹത്തിന്റെ ബന്ധുക്കളുമായും ബന്ധപ്പെട്ട കമ്പനികളാണ് ആരോപണങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. CBIയുമായി ഏകോപിപ്പിക്കുന്നതിന് നോഡൽ ഓഫീസറെ നിയമിക്കാൻ ചീഫ് സെക്രട്ടറിയോടും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് ചെയർമാൻ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കേന്ദ്ര സഹമന്ത്രി രാംദാസ് അഡവാലയും NCPയുടെ മുതിർന്ന നേതാവ് ശരത്ചന്ദ്ര പവാറും ഉൾപ്പെടെയുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം 3 ദിവസം കൂടി ചേരും. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്നത് ലക്ഷ്യമിട്ട്
2023 പാസാക്കിയ നിയമം 2029 മുതൽ നടപ്പാക്കുന്നതുമായിട്ടാണ് സമ്മേളനം നീട്ടിയത്. ഈ മാസം 16-നും 17-നും 18-നുമാണ് പാർലമെന്റ് വീണ്ടും സമ്മേളിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് 4 സംസ്ഥാനങ്ങളിലേക്കും ഒരു കേന്ദ്രഭരണ പ്രദേശത്തേക്കുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പഴുതടച്ച ഒരുക്കങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പശ്ചിമബംഗാളിലെ 1ാംഘട്ട വോട്ടെടുപ്പിലേക്കുള്ള പത്രികാ സമർപ്പണവും ഇന്ന് പൂർത്തിയാകും. ഈ മാസം 9-ന് വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. മെയ് 4-നാണ് വോട്ടെണ്ണൽ. കേരളത്തിൽ പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ മുന്നണികളുടെ ആവേശകരമായ തെരഞ്ഞെടുപ്പ് പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രിമാരും BJP മുതിർന്ന നേതാക്കളുമായ അമിത്ഷാ ഹരിപ്പാടും ശിവരാജ് സിംഗ് ചൌഹാൻ പാലക്കാടും പ്രചാരണത്തിനെത്തും. NDAയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ മുൻ ടെന്നീസ് താരം ലിയാൻഡർ പേസ് ഇന്ന് വൈകിട്ട് കഴക്കൂട്ടത്ത് റോഡ് ഷോയിൽ പങ്കെടുക്കും. CPIM നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പ്രചാരണത്തിലാണ്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവരും പ്രചാരണ രംഗത്ത് സജീവമാണ്. UDF പ്രചാരണത്തിനായി കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് കേരളത്തിലുണ്ട്. വോട്ടെടുപ്പ് ദിവസവും തലേന്നും പത്രങ്ങളിൽ രാഷ്ട്രീയ പരസ്യം നൽകുന്നതിന് മീഡിയ മോണിറ്ററിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി നിർബന്ധമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 9-നും തലേ ദിവസമായ ഏപ്രിൽ 8-നും നിയന്ത്രണം ബാധകമാണ്. തെറ്റിദ്ധാരണയോ വിദ്വേഷം പരത്തുന്നതോ ആയ പരസ്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ദോഷകരമായി ബാധിക്കാതിരിക്കാനാണ് നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ കോഴിക്കോട് ജില്ലയിലും പ്രചാരണം ശക്തമായി പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് റാലികളും റോഡ് ഷോകളും ദേശീയ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. UDF പ്രചാരണത്തിനായി പ്രിയങ്ക ഗാന്ധി ഇന്ന് തിരുവമ്പാടി മണ്ഡലത്തിലെത്തും. NDAയ്ക്കായി കേന്ദ്രമന്ത്രി അമിത്ഷാ, ശോഭ കരന്തലജെ എന്നിവർ വിവിധ മണ്ഡലങ്ങൾ പര്യടനം നടത്തി. LDFനായി CPMന്റെ മുതിർന്ന നേതാക്കളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് എന്നിവർ വിവിധ പരിപാടികളിൽ സംബന്ധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. മണ്ഡല പര്യടനവും ഭവന സന്ദർശനവും റോഡ് ഷോകളുമായി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് 3 മുന്നണികളും. നാളെ നടക്കുന്ന സ്ഥാനാർത്ഥികളുടെ കൊട്ടിക്കലാശം സമാധാനപരമായി പൂർത്തീകരിക്കാൻ സ്ഥാനാർത്ഥികൾ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കാൻ വരണാധികാരികൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ വീട്ടിൽ വോട്ട് ജില്ലയിൽ പൂർത്തിയായി. 85 വയസ്സിന് മുകളിലുള്ള 11,796 പേരും ഭിന്നശേഷിക്കാരായ 6,666 പേരും ഉൾപ്പെടെ 18,462 പേരാണ് വീട്ടിൽ വോട്ട് ചെയ്തത്. പുതുച്ചേരിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ ദേശീയ നേതാക്കളെ കളത്തിലിറക്കി റോഡ് ഷോകളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുകയാണ്. ഇന്ന് ഉപ്പു സത്യാഗ്രഹ വാർഷികം. 1930-ൽ മഹാത്മാഗാന്ധി ദണ്ഡിയിൽ നിന്ന് പ്രകൃതിദത്ത ഉപ്പ് ശേഖരിച്ച് ബ്രിട്ടീഷ് ഉപ്പ് നയം ലംഘിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഏപ്രിൽ 6-ന് ഉപ്പു സത്യാഗ്രഹ വാർഷികമായി ആഘോഷിക്കുന്നത്. 24 ദിവസം നീണ്ടുനിന്ന ദണ്ഡിയാത്ര 1930 മാർച്ച് 12-ന് സബർമതി ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച് ഏപ്രിൽ 6-ന് ഗുജറാത്തിലെ ദണ്ഡിയിൽ അവസാനിച്ചു. ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഇന്ന് തുടക്കമാകും. ഒളിമ്പിക് മെഡൽ ജേതാവ് അമൻ സെഹാവത്താണ് ഇന്ത്യയുടെ 30-അംഗ ടീമിനെ നയിക്കുന്നത്. അങ്കുഷ്, സുജീത്, കൽക്കർ, സുനിൽകുമാർ എന്നിവർ ഇന്ത്യയ്ക്കായി മത്സരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG ക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ LPG ടാങ്കർ ഗ്രീൻ ആശ ഹോർമൂസ് കടലിടുക്ക് കടന്ന് യാത്ര തുടരുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള സമയപരിധി ലംഘിച്ചാൽ ആക്രമണം ശക്തമാക്കുമെന്ന് ഇറാന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. സമ്മർദ്ദത്തിന് വഴങ്ങി ചർച്ച നടത്തില്ലെന്ന് ഇറാൻ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വോട്ടെടുപ്പ് വ്യാഴാഴ്ച. പ്രമുഖ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രചാരണ രംഗത്ത്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ സുപ്രധാന നാഴികക്കല്ലായിരുന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ 96-ാം വാർഷികം ഇന്ന്. പ്രളയത്തിലും ഭൂകമ്പത്തിലും ദുരിതമനുഭവിക്കുന്ന അഫ്ഗാന് മാനുഷിക സഹായവും ദുരന്ത നിവാരണ സാമഗ്രികളും കൈമാറി ഇന്ത്യ. ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് കിർഗിസ്ഥാനിൽ ഇന്ന് തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.